ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. മുംബൈയിൽ നടക്കുന്ന മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ കക്ഷികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ സമഗ്ര മാറ്റം ലക്ഷ്യമിട്ടുള്ള ഭേദഗതികൾക്ക് അന്തിമ രൂപമായതായി മന്ത്രി എം ബി രാജേഷ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ഇന്ന്. നാളെ ആറാട്ടിനോട് അനുബന്ധിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിയന്ത്രണം. വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുംബൈയിൽ നടക്കുന്ന മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഷിപ്പിംഗ്, തുറമുഖങ്ങൾ, കപ്പൽ നിർമ്മാണം, ക്രൂയിസ് ടൂറിസം, സമുദ്ര സമ്പദ് വ്യവസ്ഥ എന്നിവ സംബന്ധിച്ച് ചർച്ച നടക്കും. 85-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 1 ലക്ഷത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ത്യ മാരിടൈം വീക്ക് 2025-ലെ ഗ്ലോബൽ മാരിടൈം സിഇഒ ഫോറത്തിലും പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കും. തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ദേശീയ, സംസ്ഥാന രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ സമഗ്ര മാറ്റം ലക്ഷ്യമിട്ടുള്ള ഭേദഗതികൾക്ക് അന്തിമ രൂപം ആയതായി മന്ത്രി എം ബി രാജേഷ്. ചട്ടങ്ങളിൽ വ്യക്തത വരുത്തുകയും സേവനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുകയും ലക്ഷ്യമിട്ടാണ് പരിഷ്കാരം നടപ്പാക്കിയതെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചട്ടഭേദഗതിക്ക് നിയമവകുപ്പിന്റെ അംഗീകാരം കിട്ടിയെന്നും ഉടൻ വിജ്ഞാപനം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സമഗ്രമായ ചട്ടപരിഷ്കരണത്തിന് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചത്. ജനകീയമായ രീതിയിൽ, ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ വിഷയങ്ങൾ ആഴത്തിൽ അപഗ്രഥിച്ചുകൊണ്ടാണ് ചട്ടഭേദഗതികൾ കൊണ്ടുവന്നത്. അപ്പോൾ പലതരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള പഴുതുകൾ ഇല്ലാതാക്കി. 211 ഭേദഗതികളാണ് ആകെ കൊണ്ടുവന്നിട്ടുള്ളത്. 117 ചട്ടങ്ങൾ ഉള്ളതിൽ 57-ലും ഭേദഗതി കൊണ്ടുവന്നു. ബൌദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി 5 പ്രത്യേക ക്യാമ്പയിൻ ആദ്യഘട്ട പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് നടപ്പാക്കുന്ന പദ്ധതികളെയും സേവനങ്ങളെയും കുറിച്ചുള്ള കൈപ്പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കൽ, സംരംഭക താൽപര്യം പ്രോത്സാഹിപ്പിക്കൽ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതികളാണ് നടപ്പാക്കുകയെന്ന് മന്ത്രി പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മൊൻത ചുഴലിക്കാറ്റ് ദുർബലമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിൽ കാക്കിനടയ്ക്ക് സമീപമാണ് ഇന്നലെ രാത്രി ചുഴലിക്കാറ്റ് തീരം തൊട്ടത്. ചുഴലിക്കാറ്റിലും ശക്തമായ മഴയിലും ആന്ധ്രയിൽ 43,000 ഹെക്ടർ വിളകൾ നശിച്ചു. ഒഡീഷയിൽ മരങ്ങൾ കടപുഴകിയതിനെ തുടർന്ന് റോഡുകൾ തകർന്നു. തെലങ്കാനയിലും പശ്ചിമബംഗാളിലും ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 26 സംഘങ്ങളെ വിവിധ സംസ്ഥാനങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കർണാടക തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മൂലമറ്റം വൈദ്യുതി നിലയം അറ്റകുറ്റപ്പണികൾക്കായി 1 മാസത്തേക്ക് അടയ്ക്കുന്നു. ഇതിന്റെ ഭാഗമായി വൈദ്യുതി ഉൽപാദനത്തിൽ 600 മെഗാവാട്ടിന് കുറവുണ്ടാകും. മഴ തുടർന്നാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയരാനും സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. നവംബർ 11 മുതൽ ഡിസംബർ 10 വരെയാണ് മൂലമറ്റം പവർ ഹൌസിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നത്. എന്നാൽ സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ് KSEBയുടെ വിശദീകരണം. ജൂലൈയിൽ അധികമായി ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി പഞ്ചാബ്, മധ്യപ്രദേശ്, ഡൽഹി എന്നീ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിരുന്നു. ഇത് നവംബറിൽ 5% അധിക വൈദ്യുതി സഹിതം തിരിച്ചു കിട്ടുമെന്നും KSEB അധികൃതർ അറിയിച്ചു. ഉൽപ്പാദനം നിർത്തിവെക്കുന്ന കാലയളവിലും മഴ തുടർന്നാൽ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. നിലവിൽ 80%-ലധികം വെള്ളമാണ് ഇടുക്കിയിലുള്ളത്. പാലക്കാട് എടത്തനാട്ടുകരയിൽ സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു. ചളവറ ഗവൺമെന്റ് UP സ്കൂളിന്റെ മതിലാണ് മഴയിൽ ഇടിഞ്ഞത്. മണ്ണാർക്കാട് പുലാപ്പറ്റയിൽ ഭാഗത്ത് വീടിനോട് ചേർന്ന തൊഴുത്തിനും നാശനഷ്ടം സംഭവിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ന്യൂഡൽഹിയിൽ ഈ വർഷത്തെ സർദാർ പട്ടേൽ അനുസ്മരണ പ്രഭാഷണം നടത്തും. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രിയായിരുന്ന സർദാർ വല്ലഭ്ഭായ് പട്ടേലിനോടുള്ള ആദരസൂചകമായാണ് ആകാശവാണി എല്ലാ വർഷവും സർദാർ പട്ടേൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. സർദാർ പട്ടേലിന്റെ ജന്മവാർഷിക ദിനമായ മറ്റന്നാൾ ആകാശവാണിയുടെ മുഴുവൻ ശൃംഖലയിലും പ്രഭാഷണം പ്രക്ഷേപണം ചെയ്യും. സർദാർ വല്ലഭ്ഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് മറ്റന്നാൾ രാജ്യമെമ്പാടും റൺ ഫോർ യൂണിറ്റി പരിപാടി സംഘടിപ്പിക്കും. ഏകീകൃത ഇന്ത്യയെക്കുറിച്ചുള്ള സർദാർ പട്ടേലിന്റെ കാഴ്ചപ്പാടിനെ അനുസ്മരിക്കുന്നതിനായി റൺ ഫോർ യൂണിറ്റിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ അക്കാദമിക് ബ്ലോക്കിന് നാളെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തറക്കല്ലിടും. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 53 കോടി രൂപയോളം പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണത്തിന് അനുവദിച്ചതായി രജിസ്ട്രാർ ഇൻചാർജ് R. ജയപ്രകാശ് അറിയിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ച് ഇന്ന് പള്ളിവേട്ട നടക്കും. രാത്രി 8:30 ചടങ്ങുകൾ ആരംഭിക്കും. നാളെയാണ് പ്രശസ്ത ചടങ്ങായ ആറാട്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. സുന്ദരവിലാസം കൊട്ടാരത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കുന്ന പന്തലിലാണ് ഇന്ന് അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട നടത്തുന്നത്. ക്ഷേത്രം സ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ പ്രതീകാത്മകമായി കരിക്കിൽ അമ്പെയ്ത് പള്ളിവേട്ട നിർവഹിക്കും. നാളെ വൈകുന്നേരം 5 മണിക്ക് ആറാട്ട് ഘോഷയാത്ര പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിക്കും. വള്ളക്കടവിൽ നിന്ന് വിമാനത്താവളത്തിനുള്ളിലൂടെയാണ് ഘോഷയാത്ര കടന്നുപോകുക. ആറാട്ട് ഘോഷയാത്ര നടക്കുന്നതിനാൽ നാളെ വൈകുന്നേരം 4:45 മുതൽ രാത്രി 9 വരെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാന സർവീസുകൾക്ക് നിയന്ത്രണമുണ്ടാകും. സംസ്ഥാനത്തെ അമീബിക് മസ്തിഷ്ക ജ്വരബാധ സംബന്ധിച്ച് കോഴിക്കോട് ഫീൽഡ് തല പഠനം പുരോഗമിക്കുന്നു. രാവിലെ മെഡിക്കൽ കോളേജിൽ എത്തിയ ICMR സംഘാംഗങ്ങൾ വിവിധ ടീമുകളായി തിരിഞ്ഞാണ് സന്ദർശനം. തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം ജില്ലകളിലും സംഘം പഠനം നടത്തും. വനിതാ ലോകകപ്പ് ക്രിക്കറ്റിന്റെ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടിനെ നേരിടും. ഗുവാഹത്തിയിലെ ബർസപാര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പകൽ 3-നാണ് മത്സരം. നാളെ നടക്കുന്ന രണ്ടാം സെമിയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ക്യാൻബറയിൽ നടക്കും. ഉച്ചയ്ക്ക് 1:45 മത്സരം. മലയാളി താരം സഞ്ജു സാംസൺ ടീമിലുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 288 പോയിന്റ് നേട്ടത്തിൽ 84,916ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 116 പോയിന്റ് നേട്ടത്തിൽ 26,052ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 560 രൂപ വർദ്ധിച്ച് 89,160 രൂപയും ഗ്രാമിന് 11,145 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മത്സ്യം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായി പരാതി. 35ഓളം പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കാഞ്ഞിരംകുളം, കുറുവാട്, ഊരമ്പ്, ചാമവിള പ്രദേശത്തുള്ളവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. മത്സ്യ സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. കോഴിക്കോട് താമരശ്ശേരിയിലെ അറവു മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് സർവകക്ഷി യോഗം ചേരും. മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിച്ച് ശുചിത്വ മിഷൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ റിപ്പോർട്ട് യോഗത്തിൽ പരിഗണിക്കും. ഇടുക്കി മൂന്നാറിൽ വനിതാ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിത താമസമൊരുക്കാൻ പള്ളിവാസലിൽ ഷീ ലോഡ്ജ് ആരംഭിച്ചു. തദ്ദേശീയരായ വനിതകൾക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. 1.5 കോടി രൂപ ചെലവിലാണ് പഞ്ചായത്ത് ഷീ ലോഡ്ജ് നിർമ്മിച്ചത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇടുക്കി കട്ടപ്പനയിൽ ജനകീയ പരിപാടി സംഘടിപ്പിക്കും. വാക്ക് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന യാത്രയിൽ ഇടുക്കിയിലെ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. മുംബൈയിൽ നടക്കുന്ന മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ കക്ഷികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ സമഗ്ര മാറ്റം ലക്ഷ്യമിട്ടുള്ള ഭേദഗതികൾക്ക് അന്തിമ രൂപമായതായി മന്ത്രി MB രാജേഷ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ഇന്ന്. നാളെ ആറാട്ടിനോടനുബന്ധിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിയന്ത്രണം.
വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.